പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസാണ്. അത് ഞാനൊരു പൊട്ടറ്റോ പീൽ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് തിക്കിലാണ് സ്ലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തിന്നാക്കി എടുക്കണമെങ്കിൽ തിന്നാക്കി എടുക്കാം. ഇതുപോലെ കുറച്ച് തിക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തിന്നാക്കണേ തിന്നാക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ഞാൻ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വീഡിയോ ഒരാൾ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡിലേ ആയിപ്പോയി ഇടാൻ വേണ്ടിയിട്ട്. കുറച്ച് വീഡിയോസ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഡിലേ ആയത്. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇത് പൊട്ടറ്റോ ഇട്ട് ഒരു 3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് ചേർക്കാണ്ടാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പിടണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. 3 മിനിറ്റ് മതിയാവും. ഞങ്ങൾക്ക് ഇത്തിരി കനത്തിലായതുകൊണ്ട് തന്നെ 3 മിനിറ്റോളം വേവിക്കുന്നുണ്ട്. ഇത് 3 മിനിറ്റിന് ശേഷം ഞാൻ സ്ട്രെയിനറിലേക്ക് മാറ്റി. അതിന് ശേഷം ഞാനൊരു ക്ലോത്തിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വെള്ളം കളഞ്ഞെടുക്കുന്നുണ്ട്. ഇത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ചൂടാറി വെള്ളമൊക്കെ പോയി നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു കവറിലോ കണ്ടെയ്നറിലോ ഇട്ട് അടച്ച് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം നേരത്തെ എടുത്ത് ഫ്രൈ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ പൊട്ടറ്റോ ഞാൻ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളെപ്പോഴും ഇത് ഫ്രൈ ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്താൽ ഉള്ളു വേവില്ല, പുറം വേഗം കളർ മാറും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കാൻ. ആ ഫ്രീസറിൽ നിന്ന് എടുത്ത് അതേപോലെ തന്നെ നമുക്ക് ഇടാം. അപ്പോൾ അത് വെള്ളം നന്നായി പോയതുകൊണ്ട് തന്നെ ഐസ് അധികം ഉണ്ടാവില്ല. ചെറുതായിട്ട് ഒട്ടിയിരിക്കാണ്ട് നല്ല വിട്ട് കിട്ടും. നല്ല പോലെ കിട്ടും നമുക്ക്. ഇപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സാൻഡ്വിച്ചിനും ഷവർമക്കൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അതിൻ്റെ മുകളിൽ ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് മുളക് പൊടിയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. അത് ഉപ്പിട്ടാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഉപ്പിടാത്തതുകൊണ്ട് ഇതിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്ന രീതിയിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത്. അതിന് ഫ്രീസ് ചെയ്ത് വെച്ച ഫ്രഞ്ച് ഫ്രൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഐസ് പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിലേക്ക് ഞാൻ അതിനാവശ്യമുള്ള കോൺഫ്ലവർ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്ര പൊട്ടറ്റോ ഉണ്ടോ അതിനനുസരിച്ചിട്ട് അത് കോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇട്ടാൽ മതിയാവും. പിന്നെ അതിനാവശ്യമുള്ള ഉപ്പ് ഞാൻ ഉപ്പിട്ട് വേവിക്കാത്തതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പെപ്പർ പൗഡറാണ്. അത് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ അതിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പാപ്രിക്ക പൗഡർ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൽ നനവുള്ളതുകൊണ്ട് മിക്സ് ആയിക്കോളും. പിന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എനിക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.